नमस्ते, सबको स्वागत। पिछली कक्षा में द्विकर्म क्रिया के बारे में पढ़ा। द्विकर्म क्रिया के दो भेद हैं, मुख्य कर्म, गौण कर्म। दो कर्म होते हैं, मुख्य कर्म और गौण कर्म। और व्युत्पत्ति के अनुसार क्रिया के भेद कितने हैं? ये दो प्रकार के होते हैं, मूल धातु, यौगिक धातु। यौगिक धातु चार प्रकार की है: प्रेरणार्थ क्रिया, नामधातु क्रिया, संयुक्त क्रिया और सहायक क्रिया। प्रेरणार्थ क्रिया के बारे में पढ़ा और प्रेरणार्थ क्रिया बनाने के कुछ नियम भी पढ़ा। इसके अलावा दूसरा यौगिक धातु, नामधातु क्रिया के बारे में भी पढ़ा। नेक्स्ट, संयुक्त क्रिया। दो या दो से अधिक धातुओं से मिलकर बनने वाली क्रियाएं संयुक्त क्रियाएं कहलाती हैं। दो या दो से अधिक धातुओं से രണ്ടോ രണ്ടിലധികം ക്രിയാധാതുക്കളെ ചേർത്തുകൊണ്ട് ഉണ്ടാക്കുന്ന ക്രിയകളാണ് സംയുക്ത ക്രിയ. സംയുക്തം അതായത് രണ്ടോ രണ്ടിലധികം വരുന്ന ക്രിയാധാതുക്കൾ ചേർത്തുകൊണ്ടുണ്ടാക്കുന്ന ക്രിയകളാണ് സംയുക്ത ക്രിയകൾ. പോയിന്റ് ഇതാണ്, दो या दो से अधिक धातुओं से मिलकर बनने वाली क्रियाएं, जैसे खा जाना, चिल्ला उठना, कह देना आदि. അപ്പം അതിൽ രണ്ട് ക്രിയകൾ വരുന്നുണ്ട്, രണ്ട് ക്രിയാധാതുക്കൾ വരുന്നുണ്ട്. ഖ ജാന, ഖാന ജാന എന്ന് പറഞ്ഞ രണ്ട് ക്രിയാധാതുക്കൾ. അതുപോലെ തന്നെ ചില്ല, ഉഡ്ന, കഹ്, ദേന. ഇപ്പോൾ രണ്ട് ക്രിയാധാതുക്കൾ ചേർന്നുകൊണ്ട് ഉണ്ടാവുന്നതാണ് സംയുക്ത ക്രിയകൾ. സംയുക്ത ക്രിയ के मुख्य भेद निम्नलिखित है. ഇനി സംയുക്ത ക്രിയയെ കുറച്ച് തരങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒരു 11 തരം, അതായത് 11 തരത്തിലുള്ള സംയുക്ത ക്രിയകളുണ്ട്. അതിലെ ആദ്യത്തെ എന്ന് പറയുന്നത് ആരംഭബോധകമാണ്. ഈ 11 എന്ന് പറയുന്നത് ആദ്യത്തെ ആരംഭബോധക്, രണ്ടാമത്തെ സമാപ്തി ബോധക്, മൂന്നാമത്തെ ശക്തി ബോധക്, നാലാമത്തെ നിശ്ചയ ബോധക്, അഞ്ചാമത്തെ അവകാശ ബോധക്, 6 അനുമതി ബോധക്, 7 നിത്യതാ ബോധക്, 8 ആവശ്യകതാ ബോധക്, 9 ഇച്ഛാ ബോധക്, 10 അഭ്യാസ് ബോധക്, 11 പുനരുക്ത സംയുക്ത ക്രിയ. അങ്ങനെ 11 തരമായിട്ടാണ് ഈ സംയുക്ത ക്രിയകളെ തിരിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെയാണ് നമ്മൾ പറയുന്ന ആരംഭബോധക്. നമുക്ക് ആരംഭബോധക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആരംഭത്തെ കാണിക്കുന്ന ക്രിയയാണ്, ആരംഭം, തുടക്കത്തെ കാണിക്കുന്നത്. जिन संयुक्त क्रिया से क्रिया के आरंभ होने का बोध होता है उसे आरंभ बोध संयुक्त क्रिया कहते हैं. ഏത് സംയുക്ത ക്രിയയിൽ നിന്നാണ് നമ്മൾ ക്രിയ ആരംഭിച്ചു എന്നുള്ള ബോധമുണ്ടാക്കുന്നത്, ആ പ്രവൃത്തി ആരംഭിച്ചു എന്നുള്ള ബോധമുണ്ടാക്കുന്ന ക്രിയകളാണ് ആരംഭബോധക സംയുക്ത ക്രിയ എന്ന് പറയുന്നത്. പോയിന്റ് ഇതാണ്, जिस संयुक्त क्रिया से क्रिया के आरंभ होने का बोध होता है. ആ പ്രവൃത്തി ആരംഭിച്ചു എന്നുള്ള ബോധമുണ്ടാക്കുന്നതാണ് ആരംഭബോധം. പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആരംഭബോധം എന്ന് പറഞ്ഞാൽ ആരംഭ ഹോനേക്ക ബോധം. ഇതിലെ ആരംഭ ഹോനേക്ക ബോധം എന്ന് പറയുന്ന അതിൽ നമ്മൾ സംയുക്ത ക്രിയയായിട്ട് വരുന്നത് ലഗ് എന്ന് പറയുന്നതാണ്. പഠ്നെ ലഗ, പഠിക്കാൻ ആരംഭിച്ചു. ഖേൽനെ ലഗ, കളിക്കാൻ ആരംഭിച്ചു. ആരംഭത്തെ കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ജയ്സെ വഹ് രോനെ ലഗ, ലഗ് എന്ന് പറയുന്നതാണ് ആരംഭബോധ സംയുക്ത ക്രിയ. തുടക്കത്തെ അല്ലെങ്കിൽ ആരംഭത്തെ കാണിക്കുന്നതാണ് വഹ് രോനെ ലഗ, അവൻ കരയാൻ തുടങ്ങി. ലഡ്കി നാച്നെ ലഗി, പെൺകുട്ടി നൃത്തം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് പഠിച്ചത് സംയുക്ത ക്രിയയിലെ ആരംഭബോധക് സംയുക്ത ക്രിയയാണ്. ക്രിയ के आरंभ होने का बोध होता है. സംയുക്ത ക്രിയ ലഗ്. രണ്ടാമത്തെ സമാപ്തി ബോധകമാണ്. സമാപ്തി പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് സമാപ്തി എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക, അവസാനത്തെ കാണിക്കുന്നതാണത്.
समाप्ति। जिस संयुक्त क्रिया से मुख्य क्रिया की समाप्ति का बोध हो उसे समाप्ति बोध कहते हैं. അപ്പോൾ ഏത് സംയുക്ത ക്രിയയിൽ നിന്നാണ് നമുക്ക് മുഖ്യക്രിയ അവസാനിച്ചു എന്നുള്ള ബോധമുണ്ടാക്കുന്നത്, ആ പ്രവൃത്തി അവസാനിച്ചു എന്നുള്ള ബോധമുണ്ടാക്കുന്നത്, അതിനെ നമ്മൾ സമാപ്തി ബോധക कहते हैं. സമാപ്തി ബോധക സംയുക്ത ക്രിയ എന്നതിന് നമ്മൾ പറയുന്നു. അപ്പോൾ ആരംഭബോധകം എന്ന് പറഞ്ഞാൽ ആരംഭത്തെ കാണിക്കുകയാണ്, സമാപ്തി ബോധകം തന്നെ അവസാനിച്ചു, സമാപ്തിക്ക ബോധ होता है. പോയിന്റ് അതാണ്, जिस संयुक्त क्रिया से मुख्य क्रिया की समाप्ति का बोध हो. പ്രധാന ക്രിയ അവിടെ അല്ലെങ്കിൽ ആ പ്രവൃത്തി അവിടെ അവസാനിച്ചു എന്നുള്ള ബോധമുണ്ടാക്കുന്നതാണ് സമാപ്തി ബോധക. അതിൽ നമ്മൾ വരുന്നത് ചുക്ക് എന്ന് പറയുന്ന ധാതുവാണ് സഹായക്രിയയായിട്ട് വരുന്നത്. धातु के आगे चुकना जोड़ने से समाप्ति बोध क्रिया बनती है. ക്രിയാധാതുവിൻ്റെ മുന്നിൽ നമ്മൾ ചുക്കന എന്ന് പറയുന്ന സഹായക്രിയ അല്ലെങ്കിൽ സംയുക്തക്രിയയെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് സമാപ്തി ബോധക്രിയ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. ക്രിയാധാതു കെ ആകെ ചുക്കന ജോഡ്നേസെ, ചുക്കന എന്ന് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് സമാപ്തി ബോധക്രിയ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ജയ്സെ മേ ഖാ ചുക, ഞാൻ തിന്നു കഴിഞ്ഞു. മേ പഠിച്ചുക, ഞാൻ പഠിച്ചു കഴിഞ്ഞു. ലഡ്കെ കേൾച്ചുകെ, ആൺകുട്ടികൾ കളിച്ചു കഴിഞ്ഞു. അപ്പം കഴിഞ്ഞു അല്ലെങ്കിൽ അവസാനിച്ചു എന്നുള്ള ആ ബോധമുണ്ടാക്കുന്നതാണ് സമാപ്തി ബോധക സംയുക്ത ക്രിയ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ശക്തിബോധകമാണ്. എന്താണ് ശക്തിബോധക ക്രിയ? इससे कार्य करने की शक्ति का बोध होता है. ഒരു പ്രവൃത്തി ചെയ്യാനുള്ള ശക്തി അല്ലെങ്കിൽ അതിൻ്റെ കഴിവിൻ്റെ ബോധമുണ്ടാക്കുന്നതാണ് ശക്തിബോധകം. ശക്തി എന്ന് പറയുന്നത് നമുക്കതിൽ നിന്ന് തന്നെ പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം, കാര്യ കർണേക്ക് ശക്തിക്ക ബോധ होता है. അത് നമുക്ക് ചെയ്യാൻ കഴിയും, നല്ല ശക്തി നമുക്കുണ്ട്. അത് നമ്മൾ ക്രിയ വരുന്നത് അത് സക്കന എന്ന് പറയുന്ന ക്രിയയാണ് വരുന്നത്. നമ്മളെ കൊണ്ട് സാധിക്കും, നമ്മളെ കൊണ്ട് കഴിയും എന്നുള്ള അർത്ഥത്തിൽ നല്ല ശക്തി നമുക്കുണ്ട്. ഇപ്പോൾ ശക്തിബോധകം എന്ന് പറഞ്ഞ പോയിന്റ് തന്നെ ഇസേ കാര്യ കർണേക്ക് ശക്തിക്ക ബോധ होता है. ആ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ട്, നമ്മളെ കൊണ്ട് സാധിക്കും, നമ്മളെ കൊണ്ട് കഴിയും എന്നുള്ളതാണ്. धातु के आगे സക്ന जोड़ने से ശക്തിബോധ ക്രിയ बनती है. അപ്പോൾ ആ ക്രിയാധാതുവിൻ്റെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യണം? സക്ന എന്ന് പറയുന്നത് ചേർത്ത് കഴിഞ്ഞാൽ ശക്തിബോധ ക്രിയ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും. മേം തൈർ സക്താഹും, എനിക്ക് നീന്താനായിട്ട് കഴിയും. ലഡ്കിയ നാച്ച് സക്തി ഹേ, പെൺകുട്ടികൾക്ക് നൃത്തം ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള നമ്മുടെ കഴിവ് നമുക്ക് സാധിക്കുമെന്നുള്ള ആ ഒരു ബോധം, അതിനുള്ള ശക്തി ഉണ്ടെന്നുള്ള ബോധത്തെ കാണിക്കുന്നതാണ് ശക്തിബോധക. അതിലെ വരുന്ന ക്രിയ വരുന്നത് സക്ക് എന്ന് പറയുന്ന ക്രിയയാണ്, സക്ന. നാലാമത്തെ നിശ്ചയബോധകമാണ്. നിശ്ചയബോധകം എന്ന് പറഞ്ഞാൽ എന്താണ്? जिस क्रिया से किसी कार्य के निश्चित रूप से करने या होने का बोध हो उसे निश्चय बोध कहते हैं. जिस क्रिया से किसी कार्य के निश्चित रूप से करने या होने का बोध. ഇപ്പോൾ ഏത് ക്രിയയിൽ നിന്നാണ് നമുക്ക് ഏതെങ്കിലും കാര്യങ്ങൾ ഉറപ്പായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക, അതിനെ അങ്ങനെ ഒരു ബോധമുണ്ടാക്കുന്നതാണ് നിശ്ചയബോധക. നമുക്ക് ഉറപ്പായിട്ടും ചെയ്യാൻ സാധിക്കും. നിശ്ചയബോധം എന്ന് പറഞ്ഞാൽ പോയിൻ്റ് ഇതാണ്, जिस क्रिया से किसी कार्य के निश्चित रूप से करने या होने का बोध होता है उसे निश्चय बोधक कहते हैं. वे भोलुड़े, लड़कियां चिल्ला उड़ी, बच्चा गिर पड़ा. വേ ബോലുടെ, അദ്ദേഹം ഉറപ്പായിട്ട് അവിടെ സംസാരിക്കും. ലടുക്കിയാൻ ചില്ല ഉടി, പെൺകുട്ടികൾ അവിടെ ബഹളം വയ്ക്കുകയാണ്, ബഹളം വയ്ക്കുക. ബച്ചഗിർപ്പട, കുട്ടി താഴെ വീഴുക. ഗിർപ്പട എന്ന് പറഞ്ഞാൽ താഴെ വീണു. അപ്പോൾ അത് ഉറപ്പായിട്ട് അവിടെ നടന്നൊരു കാര്യമാണ്. അപ്പോൾ കിസി കാര്യക്ക് നിശ്ചിത രൂപസേ കർണ, ഒന്നുകിൽ അത് ഉറപ്പായിട്ട് ചെയ്യുക അല്ലെങ്കിൽ അത് അങ്ങനെ ഒന്ന് സംഭവിക്കും, ഉണ്ടാവുക. निश्चित रूप से करने या निश्चित रूप से होने का बोध होता है.
ഉറപ്പായിട്ട് അതവിടെ ചെയ്യാൻ പറ്റും, ചെയ്യും, അല്ലെങ്കിൽ ഉറപ്പായിട്ട് അതങ്ങനെ ഉണ്ടാവും എന്നുള്ള ബോധം ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർക്ക് സംസാരിക്കാനായിട്ട് ഉറപ്പായിട്ട് അവർ സംസാരിക്കും. പെൺകുട്ടികളവിടെ ബഹളം വയ്ക്കും. അതൊക്കെ ഉറപ്പായിട്ട് അവിടെ നടക്കുന്ന കാര്യമാണ്. ബച്ച ഗിർപ്പട, കുട്ടി അവിടെ താഴെ വീണു. അപ്പോൾ അതൊക്കെ അവിടെ ഉറപ്പായിട്ടും നടക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളായിട്ടാണ് അവിടെ പറയുന്നത്. അതാണ് നിശ്ചയബോധകം എന്ന് പറയുന്നത്. നെക്സ്റ്റ് 5ാമത്തെ പോയിൻ്റ് അവകാശബോധകമാണ്. അവകാശബോധകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ जिससे क्रिया को निष्पन्न करने के लिए अवकाश का बोध हो उसे അവകാശബോധ ക്രിയ कहते हैं. അപ്പോൾ അവകാശം, അതായത് ചെയ്യാൻ അവിടെ നമുക്ക് നേടാനായിട്ട് പറ്റും എന്നുള്ള ഒരു കാര്യമാണ്. ജിസ്സെ ക്രിയാക്കോ നിഷ്പന്ന കർണേ കെ ലിയെ, അവിടെ ക്രിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവകാശ കാ ബോധ് ഹോ, അത് പൂർത്തിയാക്കാനായിട്ട് സാധിക്കുമെന്നുള്ള ബോധമുണ്ടാവുക. അതിനെ നമുക്ക് അവകാശബോധ ക്രിയ എന്ന് പറയുന്നു. പോയിൻ്റ് ഇതാണ്. ജിസ്സെ ക്രിയാക്കോ നിഷ്പന്ന കർണേ കെ ലിയെ അവകാശ കാ ബോധ് ഹോത്താ ഹെ. അവിടെ ക്രിയ ഉണ്ടാക്കാനായിട്ട്, ആ പ്രവൃത്തി ചെയ്യാനായിട്ട്, നല്ലതുപോലെ ചെയ്യാനായിട്ട്, അതല്ലെങ്കിൽ അത് പൂർത്തിയാക്കാനായിട്ടുള്ള ഒരു അവകാശത്തിൻ്റെ ബോധം. വഹ് മുഷ്കിൽ സെ പഠനെ പായ, അവൻ വളരെ ബുദ്ധിമുട്ടിയിട്ട് അവനെ പഠിക്കാനായിട്ട് സാധിച്ചു. ബച്ച ചലനെ നഹീം പായ, കുട്ടിക്ക് പോകാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അവിടെ നമ്മൾ പറയുന്ന ക്രിയക്കൊ നിഷ്പന്ന കർണേ കെ ലിയെ അവകാശ കാ ബോധ ഹോ, അവകാശബോധക് നമ്മൾ പറയുന്നത് വഹ് മുഷ്കിൽ സെ പഠനെ പായ, അതായത് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് പഠിക്കാൻ സാധിച്ചത്, അവന് നടക്കാനായിട്ട് സാധിച്ചില്ല എന്നൊക്കെ പറയുന്നത് അവകാശബോധക ക്രിയയിലാണ് പെടുന്നത്. നെക്സ്റ്റ് വരുന്നത് അനുമതി ബോധകമാണ്. 6ാമത്തെ പോയിൻ്റ് അനുമതി ബോധകമാണ്. ജിസ്സെ കാര്യ കർണേക്ക് അനുമതി ദിയേ ജാനെ കാ ബോധ ഹോ. അനുമതി ബോധയിൽ പറയുന്നത് കാര്യ കർണേക്ക് അനുമതി, ആ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള അനുവാദം കൊടുക്കുന്ന ആ ഒരു ബോധമുണ്ടാക്കുന്നതാണ് അനുമതി ബോധകം എന്ന് പറയുന്നത്. അനുമതി എന്ന് പറഞ്ഞാൽ അനുവാദം എന്നുള്ള അർത്ഥമാണ്. ഇപ്പോൾ ജിസ്സെ കാര്യ കർണേക്ക് അനുമതി ദിയേ ജാനെ കാ ബോധ ഹോ, പോയിൻ്റ് അതാണ്. ഉസേ അനുമതി ബോധക ക്രിയ कहते हैं. मुझे पढ़ने दो, അധ്യാപകനെ ബച്ചം കോ ഖേൽനെ ദിയ, എന്നെ പഠിക്കാൻ അനുവദിക്കൂ. മുझे पढ़ने दो. അധ്യാപകനെ ബച്ചം കോ ഖേൽനെ ദിയ, അധ്യാപകൻ കുട്ടികളെ കളിക്കാനായിട്ട് അനുവദിച്ചു. സമ്മതിക്കുക അല്ലെങ്കിൽ അനുവദിക്കുക എന്നുള്ള അർത്ഥം. 6ാമത്തെ അനുമതി ബോധകമാണ്. എന്താണ് പോയിൻ്റ്? കാര്യ കർണേക്ക് അനുമതി ദിയേ ജാനെ കാ ബോധ ഹോത്താ ഹെ, ഉസേ അനുമതി ബോധക ക്രിയ कहते हैं. 7ാമത്തെ പോയിൻ്റ് നിത്യതാബോധകമാണ്. എന്താണ് നിത്യതാബോധക്രിയ? ജിസ്സെ कार्य की नित्यता उनके बंद न होने का भाव प्रकट हो उसे നിത്യത ബോധക്രിയ कहते हैं. നിത്യത എന്ന് പറഞ്ഞാൽ നിത്യമായിട്ട് ചെയ്യുക എന്നുള്ളൊരു ബോധം ഉണ്ടാക്കുകയാണ്. അതൊരിക്കലും അവസാനിക്കുന്നില്ല. ജിസ്സെ कार्य की नित्यता उसके बंद न होने का भाव प्रकट होता है. ഏത് ക്രിയയിൽ നിന്നാണോ ആ കാര്യം, ആ പ്രവൃത്തി അവിടെ നടന്നുകൊണ്ടിരിക്കുക എന്നുള്ള ബോധം ഉണ്ടാക്കുക. അല്ലെങ്കിൽ ഉസ്കെ ബന്ദ് ന ഹോനെ കാ ഭാവ്, അതൊരിക്കലും അവസാനിക്കുന്നില്ല എന്നുള്ള ഒരു ബോധമുണ്ടാക്കുന്ന, അങ്ങനെ ഒരു ഭാവം പ്രകടമാക്കുന്ന തന്നെയാണ് നിത്യതാ ബോധക്രിയ എന്ന് പറയുന്നത്. നമുക്ക് പറയണം ഹവ ചൽ രഹി ഹെ, കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രവൃത്തി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതൊരിക്കലും അവസാനിക്കുന്നില്ല. കാറ്റവിടെ അല്ലെങ്കിൽ വായു കാറ്റായാലും അത് വീശിക്കൊണ്ടിരിക്കുകയാണ്. ധുവ ഉഡ്താ രഹ, പുക മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്, അതവിടെ നിൽക്കുന്നില്ല. ബച്ചേ ബോൾത്തെ ഗയേ, കുട്ടികൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ये नित्यता का बोध होता है, അതവിടെ തുടർന്ന് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് ഉസ്കെ ബന്ദ് ന ഹോനെ കാ ഭാവ് പ്രകട ഹോത്താ ഹെ, നിത്യത കാ ബോധ ഹോത്താ ഹെ, അല്ലെങ്കിൽ ഉസ്കെ ബന്ദ് ന ഹോനെ കാ ഭാവ് പ്രകട ഹോത്താ ഹെ, അതൊരിക്കലും
ആ പ്രവൃത്തി അവിടെ അവസാനിക്കുന്നു എന്നുള്ളൊരു ബോധം അവിടെ ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ അതിനൊരു ഭാവം അവിടെ പ്രകടമാകുന്നില്ല. കാറ്റ് പ്രകൃതിയിൽ വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്, പുക ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നൊരു പ്രക്രിയയാണ്. ഇപ്പോൾ നിത്യതാ ബോധകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ कार्य की नित्यता उसके बंद न होने का भाव प्रकट होता है. നെക്സ്റ്റ് 8ാമത്തെ പോയിൻ്റ് ആവശ്യകതാ ബോധകമാണ്. എന്താണ് ആവശ്യകതാ ബോധകം? जिससे कार्य की आवश्यकता या कर्तव्य का बोध होता है उसे आवश्यकता बोध क्रिया कहते हैं. ഒരു പ്രവൃത്തി, ഒരു ക്രിയ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയുടെ ആവശ്യകത, അതല്ലെങ്കിൽ അത് ചെയ്യേണ്ട കർത്തവ്യത്തിൻ്റെ ബോധം അല്ലെങ്കിൽ കടമ എന്നുള്ള ബോധം ഉണ്ടാക്കുന്നത്, അത് നമ്മൾ ആവശ്യകത ബോധക്രിയ എന്ന് പറയുന്നു. ഇവിടെ പോയിൻ്റ് ഇതാണ്, ജിസെ കാര്യക്ക് ആവശ്യകത, ആ പ്രവൃത്തി ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത, അതല്ലെങ്കിൽ കർത്തവ്യക്ക ബോധ്, കാര്യക്ക് കർത്തവ്യക്ക ബോധ്, ആ പ്രവൃത്തിയുടെ ആ കർത്തവ്യം എന്താണ്, ആ ഒരു ബോധം ഉണ്ടാക്കുന്നതിനെ നമ്മൾ ആവശ്യകത ബോധക്രിയ എന്ന് പറയുന്നു. മുഖ്യ ക്രിയ के साथ पढ़ना होने या चाहिए जोड़ने से ആവശ്യകത ബോധ ക്രിയ बनती है. അപ്പോൾ മുഖ്യക്രിയയുടെ കൂടെ പഠന എന്ന് പറയുന്ന ക്രിയ അല്ലെങ്കിൽ ഹോനെ അല്ലെങ്കിൽ ചാഹിയെ ഇത് ചേർത്ത് കഴിഞ്ഞാൽ, ജോഡ്നേസെ അത് ചേർത്ത് കഴിഞ്ഞാൽ ആവശ്യകത ബോധ ക്രിയ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ മുഖ്യക്രിയയുടെ കൂടെ പഠന ഹോന और चाहिए അത് ചേർത്ത് കഴിഞ്ഞാൽ ആവശ്യകത ബോധ ക്രിയ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ജैसे मुझे भाषण देना पड़ा, എനിക്ക് പ്രസംഗിക്കേണ്ടതായിട്ട് വന്നു. ഭാഷൺ ദേന പട, അവിടെ ആവശ്യകത അല്ലെങ്കിൽ അത് കർത്തവ്യം എന്നുള്ള ബോധമുണ്ടാക്കുന്നത്. ഹംകോ ഹിന്ദി പഠിനി ചാഹിയെ, നമുക്ക് ഹിന്ദി പഠിക്കണം, നമ്മുടെ ആവശ്യമാണ്, ആ ആവശ്യകതയുടെ ബോധം ഉണ്ടാക്കുന്നതാണ്. മുझे കൽ മുംബൈ ജാനാ ഹെ, എനിക്ക് നാളെ ബോംബെക്ക് പോകണം, ആവശ്യമാണ്. ഇപ്പോൾ ഇവിടെ വരുന്നത് പഠന എന്ന് പറയുന്നുണ്ട്, ഹോന ഉണ്ട്, അതുപോലെ തന്നെ ചാഹിയെ, ഇതെല്ലാം ആവശ്യകത ബോധകിൽ മുഖ്യക്രിയയുടെ കൂടെ ചേർക്കേണ്ടവയാണ്. അപ്പോൾ ആവശ്യകതയ കർത്തവ്യക്ക ബോധ ഹോ ഉസി ആവശ്യകത ബോധക്രിയ कहते हैं. നെക്സ്റ്റ് ഇച്ഛാബോധകാണ്. ഇച്ഛ എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹം എന്നുള്ള അർത്ഥം. इससे क्रिया के करने की इच्छा प्रकट होती है, ഒരു പ്രവൃത്തി ചെയ്യാനുള്ള നമ്മുടെ ആഗ്രഹം പ്രകടമാക്കുക, അതിനെ നമ്മൾ ഇച്ഛാബോധകം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം. इससे क्रिया के करने की इच्छा प्रकट होता है, ആ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള നമ്മുടെ ആഗ്രഹത്തെ പ്രകടമാക്കുന്നതാണ് ഇച്ഛാബോധക സംയുക്ത ക്രിയ എന്ന് പറയുന്നത്. क्रिया के साधारण रूप में चाहना क्रिया जोड़ने से इच्छा बोधक संयुक्त क्रिया बनती है. ക്രിയയുടെ സാധാരണ രൂപത്തിൽ ചാഹന എന്ന് പറയുന്ന ക്രിയ, പിന്നെ നമുക്ക് ലിംഗത്തിനും വചനത്തിനനുസരിച്ച് നമുക്കത് ചാഹത്താന്നാക്കാം, ചാഹത്തി എന്നൊക്കെ ആക്കാൻ പറ്റും. അപ്പോൾ ചാഹന എന്ന് പറയുന്ന ക്രിയയുടെ രൂപം ചേർത്ത് കഴിഞ്ഞാൽ ഇച്ഛാബോധ സംയുക്ത ക്രിയ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പോയിൻ്റ് ഇതാണ്, क्रिया के करने की इच्छा प्रकट होती है उसे इच्छा बोध क्रिया कहते हैं. फॉर एग्जाम्पल, मैं पढ़ना चाहता हूँ, ഞാൻ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ലड़के खेलना चाहते हैं, ആൺകുട്ടികൾ കളിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇച്ഛ, ആഗ്രഹം പ്രകടമാക്കുന്നതിനെയാണ് നമ്മൾ ഇച്ഛാബോധകം എന്ന് പറയുന്നത്. 10ാമത്തെ പോയിൻ്റ് അഭ്യാസബോധകമാണ്. എന്താണ് അഭ്യാസബോധക്രിയ? इससे क्रिया के करने का अभ्यास का बोध होता है. അവിടെ അഭ്യാസബോധകം എന്ന് പറഞ്ഞാൽ ക്രിയ കെ കർണേ കാ അഭ്യാസ് കാ ബോധ ഹോത്താ ഹെ, ആ ഒരു പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള ബോധമുണ്ടാക്കുക, അതിന് നമ്മൾ അഭ്യാസബോധക്രിയ എന്ന് പറയുന്നു. सामान्य भूतकाल की क्रिया में करना क्रिया लगाने से अभ्यास बोध संयुक्त क्रिया बनती है.
അപ്പോൾ അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: സാമാന്യ ഭൂതകാല ക്രിയയിൽ കർണ എന്ന് പറയുന്ന ക്രിയ ചേർത്ത് കഴിഞ്ഞാൽ അഭ്യാസബോധ ക്രിയ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അഭ്യാസം എന്ന് പറഞ്ഞാൽ അതാണല്ലോ, എക്സസൈസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ക്രിയാക്ക് കർണയ്ക്ക് അഭ്യാസ ബോധം होता है, അതായത് പ്രവൃത്തി അവിടെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളൊരു ബോധം ഉണ്ടാക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് സാമാന്യ ഭൂതകാല ക്രിയയുടെ കൂടെ കർണ എന്ന് പറയുന്ന ക്രിയ ചേർത്ത് കഴിഞ്ഞാൽ അഭ്യാസബോധ സംയുക്ത ക്രിയ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. ജയ്സെ വഹ് പഠാ കർത്താ ഹെ, അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബച്ചേ രോയ കർത്തേ ഹെ, കുട്ടികളവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലഡ്ക്കി ഛായ കർത്തേ ഹെ, പെൺകുട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കണം. ആ പ്രവൃത്തി അവിടെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളൊരു ബോധം ഉണ്ടാക്കുന്നതാണ് അഭ്യാസ ബോധക് സംയുക്ത ക്രിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതിൽ വരുന്നത് പുനരുക്ത സംയുക്ത ക്രിയയാണ്. പുനരുക്ത സംയുക്ത ക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജബ് ദോ समानार्थक या समान ध्वनि वाली क्रियाओं का संयोग होता है तब उन्हें पुनरुक्त संयुक्त क्रिया कहते हैं. രണ്ട് സമാനാർത്ഥം വരുന്ന അല്ലെങ്കിൽ ഒരേപോലെ ഉച്ചരിക്കുന്ന ക്രിയകൾ, സമാൻ ധ്വനി വാലി ക്രിയാവും കാ സംयोग, അതായത് ഒരേ ധ്വനിയിൽ ഒരേ സൗണ്ടിൽ ഉച്ചരിക്കുന്ന ക്രിയകൾ, അതിനെ നമ്മൾ പുനരുക്ത സംയുക്ത ക്രിയ എന്ന് പറയുന്നു. എന്താണ് പുനരുക്ത സംയുക്ത ക്രിയ? ദോ സമാനാർത്ഥക് യാ സമാൻ ധ്വനി വാലി ക്രിയാവും കാ സംयोग, രണ്ട് സമാനാർത്ഥം വരുന്ന, ഒരുപോലെ അർത്ഥം വരുന്ന അല്ലെങ്കിൽ ഒരേപോലെ ഉച്ചരിക്കുന്ന ക്രിയകൾ, രണ്ട് ക്രിയകൾ, അതിനെയാണ് നമ്മൾ അതൊരുമിച്ച് ചേരുമ്പോഴാണ് നമുക്ക് പുനരുക്ത സംയുക്ത ക്രിയ ഉണ്ടാക്കാനായിട്ട് സാധിക്കുക. വഹ് അപ്പനെ പടോസിയം സെ മിൽത്താ ജുൽത്താ രഹത്താ ഹെ. അപ്പം മിൽത്താ ജുൽത്താ, അവനവൻ്റെ അയൽവാസികളുടെ കൂടെ ഒരുമിച്ച് കഴിയാം. മിൽത്താ ജുൽത്താ. രാം ജംഗൽ മേ ഗൂംത്താ ഫിർത്താ രഹ, രാമൻ കാട്ടിൽ അലഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ഒരുപോലെ ഉച്ചരിക്കുന്ന അല്ലെങ്കിൽ ഒരേ അർത്ഥം വരുന്ന വാക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ക്രിയകൾ ഉപയോഗിച്ച് കഴിഞ്ഞത് പുനരുക്ത് സംയുക്ത ക്രിയ എന്നായിട്ട് മാറുന്നു. മിൽത്താ ജുൽത്ത, ഒരേ അർത്ഥം വരുന്നതാണ് മിൽത്താ ജുൽത്ത. ഘൂംത്ത ഫിർത്ത, അലഞ്ഞു നടക്കുക എന്നുള്ള അർത്ഥം. അപ്പോൾ ഒന്നുകിൽ ഒരേ അർത്ഥം വരുന്നത്, അതല്ലെങ്കിൽ ഒരേ തരത്തിൽ ഉച്ചരിക്കുന്ന ക്രിയകൾ, അതാണ് പുനരുക്ത സംയുക്ത ക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ 11 പോയിൻ്റാണ് സംയുക്ത ക്രിയയിൽ പഠിച്ചത്. ഇതിൽ നമുക്ക് ഏതെങ്കിലും 5 എണ്ണമെങ്കിലും നമുക്ക് എഴുതാനായിട്ട് ചോദിക്കും. സംയുക്ത ക്രിയക്ക് 5 മുഖ്യ ഭേദ് ലിഖിയെ, ഒരു 5 പ്രധാനപ്പെട്ട സംയുക്ത ക്രിയകൾ എഴുതാനായിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അതിൽ ആദ്യത്തെ പോയിൻ്റ് നമ്മൾ പറഞ്ഞു ആരംഭബോധകമാണ്. എന്താണ് സംയുക്ത ക്രിയ എന്ന് പഠിച്ചു. ദോ യാ ദോ സെ അധിക धातुओं से मिलकर बनने वाली क्रियाएं സംയുക്ത ക്രിയായം കാലാത്തി ഹെ. രണ്ടോ രണ്ടിലധികം വരുന്ന ക്രിയകൾ, ക്രിയാധാതുക്കൾ ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന ക്രിയകളാണ് സംയുക്ത ക്രിയകൾ. അതിലെ ആദ്യത്തെ നമ്മൾ ആരംഭബോധകുണ്ട്, സമാപ്തി ബോധക്, ശക്തി ബോധക്, അതുപോലെ നിശ്ചയ ബോധക്, അവകാശബോധക്. ഒരു 5 എണ്ണമെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം. കാരണം എക്സാമിന് 5 മാർക്കിൻ്റെ ചോദിക്കുന്നതാണത്. അപ്പോൾ ആരംഭബോധക നമുക്ക് പറയുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നൊരു കാര്യമാണ്. ജിസ് സംയുക്ത ക്രിയാസെ ക്രിയാക്ക ആരംഭ ഹോനേക്ക ബോധ ഹോത്താ ഹെ. അത് സാധാരണ വരുന്ന ക്രിയ, ഇതിൽ ലെഗ് എന്നുള്ള ക്രിയയാണ് നമ്മൾ ആരംഭത്തെ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ നമ്മൾ സമാപ്തി ബോധകമാണ്. സമാപ്തി എന്ന് പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും അത് അവസാനിക്കുക, കഴിഞ്ഞു എന്നുള്ള അർത്ഥം വരുന്നതാണ്. അപ്പോൾ അതിൽ പറയുന്ന പോയിന്റ്, ജിസ് സംയുക്ത ക്രിയാസെ മുഖ്യ ക്രിയാക്ക് സമാപ്തി ക ബോധ ഹോത്താ ഹെ ഉസേ സമാപ്തി ബോധ ക്രിയ കഹത്തെ ഹെ. അത് നമ്മൾ ക്രിയാധാതുവിൻ്റെ മുന്നിൽ നമ്മൾ വെക്കേണ്ടത് ചുക്ക് എന്ന് പറയുന്ന ക്രിയയാണ്. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമാപ്തി ബോധം കിട്ടുന്നു, അവസാനിച്ചു എന്നുള്ള ബോധം. അതായത് ഒരു പ്രവൃത്തി നമ്മൾ ചെയ്തു കഴിഞ്ഞു എന്നുള്ളൊരു ബോധത്തെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത നമ്മൾ ശക്തിബോധമാണ്. ശക്തിബോധം എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ കഴിയും, അതിനുള്ള ശക്തി നമുക്കുണ്ട് എന്നുള്ളൊരു ബോധം ഉണ്ടാക്കണം. അവിടെ പറയുന്നുണ്ട് കാര്യകരണയ്ക്ക് ശക്തിക്ക ബോധബോധമായി, ആ പ്രവൃത്തി ചെയ്യാനുള്ള
കഴിവുണ്ട് എന്നുള്ള ബോധമുണ്ടാക്കുന്നതാണ് നമ്മൾ അതിന് ഉപയോഗിക്കുന്ന ക്രിയ എന്ന് പറയുന്നത്. സക്കന എന്ന് പറയുന്ന ക്രിയയാണ് നമ്മളിതിൽ ചേർക്കേണ്ടത്. നാലാമത്തെ നിശ്ചയബോധകമാണ്. നിശ്ചയബോധം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെ ഉറപ്പായിട്ട് അതങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ബോധം ഉണ്ടാക്കുന്നതാണ്. അതായത് കിസി കാര്യക്ക് നിശ്ചിത രൂപ സേ കർണേ യാ നിശ്ചിത രൂപ സേ ഹോനെ കാ ബോധ ഹോത്താ ഹെ. അതാണ് നിശ്ചയബോധം എന്ന് പറയുന്നത്. അത് നമ്മൾ പറയുന്നുണ്ട് ബച്ച ഗിർപ്പട, ഉറപ്പായിട്ട് അവിടെ വീണു, കുട്ടി വീണു, അല്ലെങ്കിൽ പെൺകുട്ടികളവിടെ ബഹളം വയ്ക്കുകയാണ്. അതവിടെ ഉറപ്പായിട്ടും നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അഞ്ചാമത്തെ അവകാശബോധകമാണ്. അവകാശബോധകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയയ്ക്ക് നിഷ്പന്ന കർണേ കേലിയെ അവകാശ കാ ബോധ ഹോത്താ ഹെ. അത് ആ ക്രിയയോടെ നടത്താനായിട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതല്ലെങ്കിൽ അത് നല്ലപോലെ പൂർത്തിയാക്കാനുള്ള ഒരു സാവകാശം, അതിനാണ് നമ്മൾ അവകാശബോധകം എന്ന് പറയുന്നത്. വഹ് മുഷ്കിൽ സെ പഠനെ പായ അല്ലെങ്കിൽ ബച്ചെ ചലനെ നഹിം പായ, അതായത് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് പഠിക്കാനായിട്ട് സാധിച്ചത് എന്നുള്ള ഒരർത്ഥത്തിൽ. അപ്പോൾ അത് അവകാശബോധകം എന്ന് പറയുന്നു. അപ്പോൾ ആദ്യത്തെ 5 ക്രിയകളെങ്കിലും നമ്മൾ പഠിച്ചു വയ്ക്കുക, എക്സാമിന് ചോദിക്കുന്നതാണ്. ബാക്കി വരുന്ന 5 ക്രിയ നമുക്ക് അടുത്ത ദിവസം ഒന്നുകൂടി നോക്കാം. ഓക്കെ, താങ്ക് യു.